कैसे sensations? सेंसेशन जैसे सरसराहट, सनसनाहट, गुदगुदाहट, डगमगाहट, फरफराहट, थरथराहट, कपकपाहट, भरभराहट, दबदबाहट, छटपटाहट, फड़फड़ाहट, सुगबुगाहट. അല്ല നമ്മുടെ ഈ ട്രിപ്പിൻ്റെ എക്സ്പെൻസ് എല്ലാം ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തൂടെ? ട്രിപ്പിൻ്റെ ഈ എക്സ്പെൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇപ്പം ട്രിപ്പ് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർ, ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനത്തെ ട്രിപ്പ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് സേവ് ചെയ്യാനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അവാർഡ് ഫങ്ഷൻസിനൊക്കെ പോകുന്നത്, അതും ടാക്സ് സേവ് ചെയ്യാനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം അതും ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അല്ല, അപ്പോൾ നമുക്ക് ഈ ട്രിപ്പിന് നമ്മൾ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് വന്നതാണ്, ഒരാളെ ക്ലയൻറ്റിനെ കാണാൻ വന്നതാണ്, അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ്, സപ്പോർട്ടിങ്സും ഒക്കെ കൊടുക്കണം. വിസ ആപ്ലിക്കേഷനിൽ വരെ നമ്മളിത് പേഴ്സണൽ എക്സ്പെൻസ് ആണെന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ സ്ക്രൂട്ടണിയൊന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സ്ക്രൂട്ടണി വരുന്നവരെ ഉള്ള കാര്യമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ വൈഫ് കൂടെ വരുന്നില്ലേ? അപ്പോൾ വൈഫിൻ്റെ എക്സ്പെൻസ് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? വൈഫിൻ്റെ എക്സ്പെൻസ് ഒന്നെങ്കിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ വൈഫ് പാർട്ട്ണർ ആയിരിക്കണം, അല്ലെങ്കിൽ വൈഫ് എംപ്ലോയി ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെയും കൂടെ എക്സ്പെൻസ് ബിസിനസ് എക്സ്പെൻസ് ആക്കാം, ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഓപ്ഷനുണ്ട്. ഈ അവാർഡ് ഫങ്ഷൻസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വൈഫിനെ കൂടെ കൊണ്ടുപോകുന്നത് അതൊരു കസ്റ്റമറി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് അവർ ചെയ്യും. ഓക്കെ.